എന്തോ കാരണങ്ങളെ കൊണ്ട് കുട്ടികൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക പേടിക്കുന്നൊരു ചാപ്റ്ററാണിത്, റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. പിന്നെ ഇപ്പോൾ ടീച്ചിങ്ങിൻ്റെ ആരംഭഘട്ടത്തിലൊക്കെ ഹയർ സെക്കൻഡറി ഇപ്പോൾ +1 ക്ലാസ് എടുക്കുമ്പോൾ ഒരു ടീച്ചർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ചാപ്റ്ററാണിത്, റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ഓക്കെ, പഠിച്ചെടുക്കാനും മറ്റൊക്കെ. പക്ഷേ ഡെബിറ്റും ക്രെഡിറ്റും തിരിഞ്ഞ് നിങ്ങൾക്ക് ഇതെന്തല്ല, ഒരു പുത്തിരി അല്ല, ഒരു മഗ്ഗപ്പ് പരിപാടി ഒന്നും ഇവിടെ എന്തില്ല. ഇപ്പോൾ BRS അങ്ങനെയൊക്കെ തന്നെ മഗ്ഗപ്പ് പരിപാടി ഒന്നും അവിടെ എന്തില്ല, യേശുല. അതേപോലെ ഒരു സാധനമാണെന്ത്, റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് ഇപ്പോൾ ശരീരത്തിൽ എല്ലായിടത്തും ബ്ലഡ് ഉള്ള പോലെ ഒരു സാധനമാണ് ഈ സാധനം. അക്കൗണ്ട്സ് എവിടെ എടുത്താലും ഏതുണ്ടാവും, റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ഉണ്ടാവും. അക്കൗണ്ട്സിൻ്റെ ഏത് ഏരിയ നോക്കിയാലും എന്താവശ്യം ഉണ്ടാവും, എറർ റെക്ടിഫൈ എന്ന ഒരു ഭാഗം വരും. അപ്പോൾ ഇത് ഏതിൻ്റെ ഭാഗമല്ല, ഇതൊരു ചാപ്റ്ററായിട്ട് മാത്രം എക്സാമിന് ചിലപ്പോൾ 7 മാർക്കിനൊക്കെ ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ചിലപ്പോൾ ഫൈനൽ അക്കൗണ്ടിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലേ നമ്മുടെ, പ്രത്യേകിച്ച് ഇൻ്റർ ലെവലിൽ വരുമ്പോൾ അതിലത്തെ ക്വസ്റ്റ്യനിലൊക്കെ കുറച്ച് എററും കൂടെ കയറി വന്നിട്ടുള്ള വലിയ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പം എന്തായാലും അത്ര വലിയ ഹെവി ഒന്നുമില്ല, എറർ മാത്രം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. മൊത്തം 23 ക്വസ്റ്റ്യനാണുള്ളത്. ഏറെക്കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം. ഇതിൽ കവർ ചെയ്യുന്ന ടോപ്പിക്കുകൾ ഇങ്ങനെയൊക്കെയാണ്. എറർ വിത്ത് എ കൺസെപ്റ്റ് പ്രോബ്ലം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു കോൺസെപ്റ്റ് പ്രോബ്ലം വെച്ചിട്ട് എന്ത് ചെയ്യും, എറർ മനസ്സിലാക്കും. പിന്നെ ഏതൊക്കെ സ്റ്റേജിലാണ് എററുകൾ റെക്ടിഫൈ ചെയ്യുക, അത് ഇപ്പം തന്നെ പറയാം. ഒന്ന്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപേ, നമ്പർ 1. നമ്പർ 2, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ബട്ട് ബിഫോർ ഏതാണ്, ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ. മൂന്നാമത്തെ ഏതായിരിക്കും, സ്വാഭാവികമായിട്ടും ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്. അപ്പോൾ ഒന്നേതാ, ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. രണ്ടാമത്തേതാ, ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ബട്ട് ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് പ്രിപ്പറേഷൻ എന്നുള്ള എളുപ്പത്തിൽ പറഞ്ഞാൽ നമ്പർ 1 ഇങ്ങനെ പറഞ്ഞാൽ മതി, ബിഫോർ ട്രയൽ ബാലൻസ്. നമ്പർ 2 ഏതാ, ആഫ്റ്റർ ട്രയൽ ബാലൻസ് ബട്ട് ബിഫോർ ഫൈനൽ അക്കൗണ്ട്. നമ്പർ 3 ഏതാ, ആഫ്റ്റർ ഫൈനൽ അക്കൗണ്ട്. ഓക്കെ അല്ലേ? ഇതാണ് നമ്മളെ എറർ. ഇതെന്താ സിറ്റുവേഷൻ പറഞ്ഞാൽ, ചിലപ്പോൾ നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മുടെ എററുകൾ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. അങ്ങനെ പറ്റുമെങ്കിൽ അതെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ളത്. മറ്റത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റില്ല, എറർ കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ട്രയൽ ബാലൻസ് എന്താവില്ല, ടാലി ആവില്ല. ഇല്ലല്ലോ, ട്രയൽ ബാലൻസ് തെറ്റുണ്ടെങ്കിലും ട്രയൽ ബാലൻസ് ടാലി ആവില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്, അറിയുന്നല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട്സിൽ മിസ്റ്റേക്ക് ഉണ്ട്, അപ്പോൾ ട്രയൽ ബാലൻസ് ടാലി ആവുമോ? ആവും എന്ന് പറഞ്ഞേക്കാൾ നല്ല എന്താണ്, മേ ബി ഈക്വൽ. ഓക്കെ അല്ലേ? ചിലപ്പോൾ അത് അറിയാലോ. ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യുന്ന എററുണ്ട്, എഫക്റ്റ് ചെയ്യാത്ത എററുണ്ട്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അഥവാ ഹയർ സെക്കൻഡറിക്കൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ടാലിയിങ് ഓഫ് ട്രയൽ ബാലൻസ് ഈസ് കൺക്ലൂസീവ് പ്രൂഫ് ഓഫ് ആക്യുറസി ഓഫ് അക്കൗണ്ട്സ്. ട്രയൽ ബാലൻസ് ടാലി ആയാലും അക്കൗണ്ട്സ് എന്താണ്, വളരെ പെർഫെക്റ്റ് ആണ് എന്ന് പറയാം. ട്രൂ ഓർ ഫോൾസ്? ഏതാ, ഫോൾസ്. ട്രയൽ ബാലൻസ് ടാലി ആയാലും അക്കൗണ്ട്സിൽ എന്തുണ്ടാവും, തെറ്റുകൾ ഉണ്ടാവും. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്ന ട്രയൽ ബാലൻസ് ടാലി ആവാതിരിക്കുകയാണെങ്കിൽ എന്ത് പ്രിപ്പയർ ചെയ്യണം, അവിടെ ആ ടാലി ആക്കാൻ വേണ്ടി നമ്മളൊരു പുതിയ ആൾ വരും. ആരാ? സസ്പെൻസ് അക്കൗണ്ട്. സസ്പെൻസ് അക്കൗണ്ട്. ദെൻ അടുത്ത നമ്പർ 2 ഏതാ, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് പിന്നെ നമ്മൾ ഫൈനൽ അക്കൗണ്ട് ഉണ്ടാക്കുന്ന ഇടയിൽ നമുക്ക് ആ തെറ്റ് തിരുത്താൻ പറ്റിയാൽ നമ്മൾ ആ സസ്പെൻസ് അക്കൗണ്ട് എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്തിട്ട് പ്രശ്നം തീർക്കും. അല്ല, നമുക്ക് അപ്പോഴും എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപേയും നമുക്ക് തെറ്റുകൾ കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ സസ്പെൻസ് അക്കൗണ്ട് ഒന്നിരിക്കും എന്തായിരിക്കും, അസറ്റ് സൈഡിലോ അല്ലെങ്കിൽ എവിടെയോ ലയബിലിറ്റി സൈഡിലോ ഇടും. ബാലൻസ് ഷീറ്റിൽ എവിടെ ഇടും, അസറ്റ് സൈഡിലിടും, അല്ലെങ്കിൽ എവിടെ ഇടും, ലയബിലിറ്റി സൈഡിലിടും. ഓക്കെ അല്ലേ?
എന്നിട്ട് പിന്നെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ തിരുത്തുമ്പോൾ ആ സസ്പെൻസ് അക്കൗണ്ട് എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് കളയും. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് സാധനം. ഇത്രേ പറയാനുള്ളൂ. ബിഫോർ ട്രയൽ ബാലൻസ്, ആഫ്റ്റർ ട്രയൽ ബാലൻസ്, ബട്ട് ബിഫോർ ഫൈനൽ അക്കൗണ്ട്, ദെൻ ഏതാണ് ആഫ്റ്റർ ഫൈനൽ അക്കൗണ്ട്. അടുത്ത് സ്റ്റെപ്സ് ഫോർ ലൊക്കേറ്റിംഗ് എറേഴ്സ് ഞാൻ പിന്നെ പറയാം. അടുത്തേതാണ് ടേംസ് യൂസ്ഡ് ഇൻ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ആണ്. ഒമിഷൻ, ചില ടേമുകൾ, കമ്മീഷൻ, ഓക്കെ അല്ലേ? അതുപോലെ ഓവറായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടോട്ടലി ഇത് എന്ത് ചെയ്യും, സാധാരണ ടോട്ടൽ ചെയ്യുന്ന എമൗണ്ടിനേക്കാൾ കൂടുതൽ ഓവർ കാസ്റ്റ് ചെയ്യുമെന്ന് പറയും. ഇങ്ങനെ ടോട്ടൽ ചെയ്ത് കാൽക്കുലേറ്ററിൽ ഇപ്പോൾ ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് ഇങ്ങനെ ടോട്ടൽ ചെയ്ത് വരുമ്പോൾ എന്ത് ചെയ്യും, കുറച്ച് കൂടി, അങ്ങനെയൊക്കെ പറയുന്നതാണ് ഓവർ കാസ്റ്റിംഗ്. നേരെ തിരിച്ചെന്താക്കാം, അണ്ടർ കാസ്റ്റിംഗ്. അങ്ങനെ കുറച്ച് ടേംസുകളാണ് അവിടെ പരിചയപ്പെടുന്നത്. സിമ്പിളാണ്. റോൾ ഓഫ് സസ്പെൻസ് അക്കൗണ്ട് ഇൻ ട്രയൽ ബാലൻസ്. അടുത്ത് അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് എഴുതാം. എപ്പോഴാണ് സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുള്ളൂ? ഓപ്പൺഡ് വെൻ, എപ്പോഴാ? യാ, എറർ can't be rectified. can't be തന്നെ വേണം. എറർ എപ്പോഴാണ് ഓപ്പൺ? വെൻ എറർ കാൺ ബി റെക്ടിഫൈഡ് ബിഫോർ ഏതാണ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപേ നമ്മൾ റെക്ടിഫൈ ചെയ്താൽ, അപ്പോൾ പിന്നെ എന്തിൻ്റെ ആവശ്യമില്ല, സസ്പെൻസ് അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് പോയിന്റ് മനസ്സിലായാ? നിങ്ങളുടെ തെറ്റുകളെല്ലാം തിരുത്തിയതിന് ശേഷമാണ് നിങ്ങൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ട്രയൽ ബാലൻസ് എന്ത് ചെയ്യില്ല, ടാലി ആവാതിരിക്കില്ലല്ലോ. ട്രയൽ ബാലൻസ് ടാലി ആവാതെ വരുമ്പോഴല്ലേ സസ്പെൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ മീനിങ് എന്താ? നിങ്ങളുടെ തെറ്റ് എന്ത് ചെയ്തിട്ടില്ല, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപേയും എന്ത് ചെയ്തിട്ടില്ല, തിരുത്തിയിട്ടില്ല. അപ്പോൾ അതൊരു പോയിൻ്റാണ്. ബിഫോർ ആണെങ്കിൽ ഏത് കോൺസെപ്റ്റ് ഇല്ല, സസ്പെൻസ് അക്കൗണ്ട് എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. ട്രയൽ ബാലൻസിന് ശേഷമാണ് നിങ്ങൾ റെക്ടിഫിക്കേഷൻ നടത്തുന്നുണ്ടെങ്കിൽ മാത്രമേ ഏത് വരുള്ളൂ, സസ്പെൻസ് അക്കൗണ്ട് വരുള്ളൂ. ക്ലാസിഫിക്കേഷൻ ഓഫ് എററാണ് അടുത്ത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. ഓക്കെ, പലതരത്തിലുള്ള എററുണ്ട്, കുറേ എററുകളുണ്ട്. നമുക്ക് അതിനെന്ത് ചെയ്യാം, 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? എറർ ഓഫ് പ്രിൻസിപ്പിൾ, പിന്നെ എറർ ഓഫ് ഒമിഷൻ, പിന്നെ എറർ ഓഫ് കമ്മീഷൻ, പിന്നെ കോമ്പൻസേറ്റിംഗ് എറർ. ഏതൊക്കെയാണ്? പ്രിൻസിപ്പിള്, ഒമിഷന്, കമ്മീഷന്, കോമ്പൻസേറ്റ്. ഈ 4 എററുകളും, ഇതാണ് എറർ ടൈപ്സ് ഓഫ് എറേഴ്സ്, ടൈപ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ഈ 4 എററുകളും നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നത് ഏതൊക്കെ സ്റ്റേജിലാവാം? ബിഫോർ ട്രയൽ ബാലൻസ്, ആഫ്റ്റർ ട്രയൽ ബാലൻസ്, ആഫ്റ്റർ ഫൈനൽ അക്കൗണ്ട്. ദെൻ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ദ സ്റ്റേജസ് ഓഫ് ഒക്യൂറൻസ് ഓഫ് എറർ തന്നെയാണ് ഇത്, ഈ സാധനം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഏതാ? ബിഫോർ പ്രിപ്പയറിങ് ട്രയൽ ബാലൻസ്, ആഫ്റ്റർ പ്രിപ്പയറിങ് ട്രയൽ ബാലൻസ് ബട്ട് ബിഫോർ ഫൈനൽ അക്കൗണ്ട്, ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്. പിന്നെ ലെറ്റ്സ് റീക്യാപിച്ചുലേറ്റ്. എല്ലാത്തിൻ്റെയും ചാപ്റ്ററിൻ്റെ ബാക്കിൽ എന്താണെങ്കിലും സാധനമുണ്ട്, BRSൻ്റെ ഉണ്ട്. ഓക്കെ അല്ലേ? ഹൈക്ക് ചെയ്യുന്ന പോയിന്റുകളുടെ ഒരു സമ്മറിയാണ്. ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ് മീൻസ് MCQ, മറ്റ് എക്സാമ്പിൾ, കൂടുതൽ പ്രോബ്ലംസൊക്കെ MCQസും മോർ പ്രാക്ടിക്കലൊക്കെ ഉൾപ്പെടുന്നതാണ് ആ ഭാഗം. നമുക്കൊരു ചെറിയ കാര്യം മനസ്സിലാക്കാം. എററുകൾ മനുഷ്യ സഹജമാണ് അല്ലേ? പലതരത്തിലും എററുകൾ എന്ത് ചെയ്യും, വരുന്നുണ്ടാവും. വി മേ കമ്മിറ്റ് മെനി മിസ്റ്റേക്ക് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. അതേപോലെ അക്കൗണ്ടൻറ്റും എന്ത് ചെയ്യും, കുറേ മിസ്റ്റേക്കുകൾ വരുത്തും. മിസ്റ്റേക്കിന് 2ആയിട്ടുണ്ട്, ഇൻറ്റൻഷനലി ഉണ്ട്, അൺഇൻറ്റൻഷനലി ഉണ്ട്. ഇൻറ്റൻഷനലി ആണെങ്കിൽ അതിനെന്താ വിളിക്കുക, ഫ്രോഡ് എന്നാണ് വിളിക്കുക. അൺഇൻറ്റൻഷനലി ആണ് എന്തേ ഉള്ളൂ, എറർ. അപ്പോൾ നമ്മളിപ്പോൾ എന്തല്ല കണ്ടെത്തുന്നത്,
ഫ്രോഡ് കണ്ടെത്താനല്ല നമ്മൾ പോകുന്നത്, ഏതാണ് എറർ കണ്ടെത്താൻ. ഫ്രോഡ് കണ്ടെത്തുന്ന ആളെ നമുക്ക് ആരെന്ന് പറയാം, ഓഡിറ്റർ എന്ത് ചെയ്യും, കണ്ടെത്തുന്ന സാധനമാണ് എന്ത്, ഓക്കെ അല്ലേ. പ്രധാനപ്പെട്ട ഓഡിറ്റർ പല ലക്ഷ്യങ്ങളുണ്ട്, ഒബ്ജക്റ്റീവ് ഉണ്ട്. അതിലൊരു ഇതാണ് എന്ത്, ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്. ഓക്കെ അല്ലേ. ഡിറ്റക്റ്റ് ചെയ്യുക എന്ത്, എററുകളും ഫ്രോഡുകളും, ഓക്കെ അല്ലേ. എന്നിട്ട് പ്രിവെൻറ്റ് ചെയ്യുക. എററിൻ്റെ പ്രത്യേകത എന്താണ്, അൺഇൻറ്റൻഷണൽ ഒമിഷനാണ്. ഓക്കെ, യെസ്, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഒന്ന് വായിച്ചു നോക്കാം. ഇവിടെ ഒരു പോയിന്റ് വരുന്നുണ്ട്. ഈവൻ ഇഫ് ട്രയൽ ബാലൻസ് ആർ ഈക്വൽ വി കനോട്ട് സേ ദാറ്റ് ദർ ആർ നോ എനി എറർ ഒക്യൂർഡ്. അങ്ങനെ പറയാൻ പറ്റുമോ? ട്രയൽ ബാലൻസ് ടാലി ആയി എന്നുള്ളതുകൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ അക്കൗണ്ട്സൊക്കെ പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കൺസെപ്റ്റ് ഡിസ്കഷനാണ്, പറയട്ടെ. അടിയിൽ നിന്നുള്ള ഒരു ചെറിയ ട്രയൽ ബാലൻസ് വന്നിട്ടുണ്ട്. ക്യാഷ് 1,50,000, ക്യാപിറ്റൽ 2 lakh, റെൻറ്റ് 1 lakh, കമ്മീഷൻ്റെ ഏതാ, റിസീവ്ഡ് ആവും, കാരണം ക്രെഡിറ്റ് ഇല്ല, കാണുന്നില്ലേ, ഒന്ന് നീങ്ങിയിരുന്നൂടെ. ഈ ട്രയൽ ബാലൻസിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസാണെന്ത്, അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യുക. എന്ത് ചെക്ക് ചെയ്യുക? അരിത്തമെറ്റിക്കൽ ആക്യുറസി. Even though trial balance equal, cannot say that there is no any error and the accountant are prepared based on the real accounting assumption. Let's see with an example. ഒരു ട്രാൻസാക്ഷൻ ഉണ്ട്. അപ്പം നിലവിലെ ഈ ട്രയൽ ബാലൻസിന് ഇനി എന്തൊക്കെ മാറ്റം വരുന്നു എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. മുകളിൽ ട്രയൽ ബാലൻസ് ഉണ്ട്, അതിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. എന്താ, മിഷനറി മേടിക്കുന്നുണ്ട് അല്ലേ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, മിഷനറിയുടെ ജേണൽ എൻട്രി എന്താ, മിഷനറി അക്കൗണ്ട് അപ്പ് ടു ക്യാഷ് എന്നല്ലേ. പക്ഷെ ഇവർ എഴുതിയ എൻട്രി എന്താ, പർച്ചേസ് അക്കൗണ്ട് അപ്പ് ടു ക്യാഷ്. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല അല്ലേ. പതിനഞ്ച് 16 പേരപ്പം കണ്ട എൻട്രി എഴുതിയ കണ്ടില്ലേ, അയാൾ തെറ്റായിട്ട് എന്തെഴുതിയത്, പർച്ചേസ് അക്കൗണ്ട് അപ്പ് ടു ക്യാഷ്. അപ്പം എന്താ സംഭവിക്കുക നോക്കും. ഈ ടൈപ്പ് എററിനെ പറയുന്ന പേരാണ്, ഇതേത് എററാന്ന് പറയാൻ പറ്റുമോ, എറർ ഓഫ് പ്രിൻസിപ്പിൾ. എന്നിട്ട് ഇങ്ങനെ ഒരു എറർ വന്ന ട്രയൽ ബാലൻസ് ടാലി ആവില്ലേ, ഷെറിന് എന്താ അഭിപ്രായം, ടാലി ആവോ ഇല്ലേ? ആവും, കാരണം ഡെബിറ്റിന് ഈക്വൽ ആയിട്ടുള്ള എന്ത് വരുന്നുണ്ട്, ക്രെഡിറ്റ് വരുന്നുണ്ട്. ഓക്കെ, എന്നാൽ ട്രയൽ ബാലൻസ് ടാലി ചെയ്തിട്ട് അക്കൗണ്ട്സൊക്കെ പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? തെറ്റുണ്ട്, പക്ഷെ ട്രയൽ ബാലൻസ് എന്താണ്, ടാലിയാണെങ്കിലും തെറ്റുണ്ടാവാം. അപ്പോൾ ഒരു കാര്യം മനസ്സിൽ, എറർ ഓഫ് പ്രിൻസിപ്പിൾ വന്നാൽ എന്ത് ചെയ്യില്ല, ട്രയൽ ബാലൻസിൻ്റെ അഗ്രിമെൻറ്റിനെ എഫക്റ്റ് ചെയ്യില്ല. അങ്ങനെ പറഞ്ഞാൽ എറർ ഓഫ് പ്രിൻസിപ്പിൾ വന്നാലും ട്രയൽ ബാലൻസ് ഈക്വൽ ആവും. ഓക്കെ അല്ലേ. ഇനി നമുക്ക് വേണമെങ്കിൽ ഡൗട്ട് നോക്കാം. പർച്ചേസ് ചെയ്തു അല്ലേ, അപ്പോൾ ക്യാഷ് 1,50,000 അല്ലേ, അതിൽ നിന്ന് 30,000 ക്യാഷ് എന്ത് ചെയ്തു, പോയി. ശ്രദ്ധിക്കണം നിങ്ങൾ, ഇത് ഏത് ബാലൻസാണ്, ക്യാഷ്, ഡെബിറ്റ് അല്ലേ. ആ ഡെബിറ്റ് ബാലൻസ് ഉള്ള ഐറ്റത്തെ നമ്മൾ ക്രെഡിറ്റ് ചെയ്താൽ എന്ത് ചെയ്യും, കുറയും അല്ലേ. ഓക്കെ, സംശയമില്ലല്ലോ. നിങ്ങൾക്ക് ലെഡ്ജർ വരച്ച് തരേണ്ട ആവശ്യമുണ്ടോ, ഇമാജിൻ ചെയ്യാൻ കഴിയില്ലേ, ഉറപ്പല്ലേ. ഓക്കെ, അപ്പോൾ ലെഡ്ജർ വരച്ച് പിന്നെ ബാലൻസ് ചെയ്ത് എത്ര ഉണ്ടാവുള്ളൂ, 1,20,000. പർച്ചേസ്, അങ്ങനെ ഒരു ഐറ്റം ഇവിടെ നിലവിലില്ല. അപ്പോൾ പുതിയ പർച്ചേസ് അക്കൗണ്ട് എവിടെ വരും, ട്രയൽ ബാലൻസിൽ വരും, 30,000. ഈക്വൽ ആണല്ലോ അല്ലേ. എന്നിട്ട് അടിയിൽ പറയണം, ഈസ് ദ എബോവ് ട്രയൽ ബാലൻസ് കറക്റ്റ്? ആൻസർ എന്താ, നോ. അപ്പോൾ നിങ്ങൾ എന്ത് കണ്ട് ഇതാക്കരുത്, ടാലി ആയി എന്നുള്ളതുകൊണ്ട് എല്ലാം ഉറപ്പിച്ച് കറക്റ്റാണെന്ന് പറഞ്ഞിരിക്കണ്ട. ഓക്കെ, എന്നാലും സ്റ്റിൽ ദർ മേ ബി സം എറർ. നോ ആൻസർ എന്താ പറഞ്ഞത്, വി ഗോട്ട് ദ ട്രയൽ ബാലൻസ് ഈക്വൽ ബട്ട് ദർ ഈസ് ആൻ എറർ.
മിഷനറി പർച്ചേസ് ട്രീറ്റഡ് ആസ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. ശരിക്കും എൻട്രി എന്തായിരുന്നു വേണ്ടിയിരുന്നത് അവിടെ? മിഷനറി അക്കൗണ്ട് അപ്പ് ടു ക്യാഷ്. From the above discussion, it is clear that some of the error that cannot be identified from the trial balance. ചില എററുകൾ ട്രയൽ ബാലൻസിൽ നിന്ന് കണ്ടെത്താൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ അത്തരം എററുകൾ വന്നാലും ട്രയൽ ബാലൻസ് എന്താവും? ഈക്വൽ ആവും. അതാണ് അതിൻ്റെ മറ്റൊരു പെർസ്പെക്റ്റീവ്. ദാറ്റ് ഈസ് എറർ വിൽ നോട്ട് എഫക്ട് ദ എഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് ഈക്വൽ ആവുന്നതിന് എതിര് നിൽക്കില്ല, അത് ഈക്വൽ ആവും, പക്ഷെ തെറ്റുണ്ടാവും. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ഹൗ ടു സോൾവ് ദ എറർ അല്ലെങ്കിൽ മിസ്റ്റേക്ക്. മീൻസ് ഹൗ ടു റെക്ടിഫൈ ദ എറർ. ഈ പ്രശ്നം എങ്ങനെ എന്ത് ചെയ്യും? പരിഹരിക്കും. അതിനൊരു റെക്ടിഫൈങ് എൻട്രി പാസ് ചെയ്താൽ മതി. എന്താണ് എൻട്രി? മിഷനറി അക്കൗണ്ട് അപ്പ് ടു പർച്ചേസ്. എങ്ങനെ ആ എൻട്രി വന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ശരിയായ എൻട്രി എന്താ? അപ്പോൾ ഞാൻ പറയണത് കറക്റ്റ് എൻട്രി. എന്താ എൻട്രി? മിഷനറി അക്കൗണ്ട് അപ്പ് ടു ക്യാഷ്. ഓക്കെ അല്ലേ? ക്യാഷ് എത്ര എമൗണ്ട്? 30,000. അങ്ങനെ. ഇനി ഒരു തെറ്റായിട്ട് എഴുതിയ എൻട്രി എന്താ? റോങ് എൻട്രി. പർച്ചേസ് അക്കൗണ്ട് അപ്പ് ടു ക്യാഷ്. പക്ഷെ ഈ തെറ്റായി എഴുതിയതിൽ ഒരു ശരിയുണ്ട് അല്ലേ? ഏതാ ശരി? ക്യാഷ്. അപ്പോൾ ക്യാഷിൻ്റെ കാര്യം നിങ്ങൾ എന്ത് ചെയ്യണ്ട? ബോധറാവണ്ട. ക്യാഷ് ഈസ് പെർഫെക്റ്റ്. ഓക്കെ. പക്ഷേ ആരെ കാര്യത്തിൽ തെറ്റുണ്ട്? അപ്പോൾ ഒരു തെറ്റേ ഉള്ളൂ. ക്രെഡിറ്റ് ഓക്കെയാണ്. ഏതാ പ്രശ്നം? ഡെബിറ്റ്. മിഷനറി എന്ന ഒരു സാധനമാണ് ശരിക്കും എന്താ വരേണ്ടിയിരുന്നത്. പക്ഷെ നമ്മൾ എന്തായി തെറ്റെഴുതിയിട്ടുണ്ട്? പർച്ചേസ്. അപ്പോൾ ഇനി പർച്ചേസ് തെറ്റായ സാധനമല്ലേ? തെറ്റായി എഴുതിയതിനെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. ഇത് ഡെബിറ്റ് അല്ലേ? അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിനെന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ. ആരെ ശരിക്കും ഡെബിറ്റ് ചെയ്യണമായിരുന്നു? മിഷനറി. ആ മിഷനറി എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. അപ്പോൾ എൻട്രി എന്താ വരുന്നത്? മിഷനറി അക്കൗണ്ട് അപ്പ് ടു പർച്ചേസ്. ഓക്കെ. അപ്പോൾ എന്താ വീണ്ടും സംഭവിക്കുക? ക്യാഷിന് ഇമ്പാക്റ്റ് കുഴപ്പമില്ലല്ലോ. മുകളിൽ മുന്നേ 1,50,000 അതിപ്പോൾ 1,00,000 എത്ര ആയിട്ടുണ്ട്? 20. അത് കറക്റ്റ് തന്നെ. പക്ഷെ തെറ്റെന്താ വെച്ചാൽ മിഷനറി ക്യാഷ് പോയിട്ടുണ്ട്, പക്ഷെ പർച്ചേസ് ചെയ്ത ഐറ്റം ഏതാ? മിഷനറി. എന്തല്ല? ഗുഡ്സ് അല്ല, പർച്ചേസ് എന്നല്ല എഴുതേണ്ടത്. അപ്പോൾ പർച്ചേസ് ഇവിടുന്ന് പോകണം അല്ലേ? ഇതേതാ ബാലൻസ്? ഡെബിറ്റ് അല്ലേ? അതിൻ്റെ സ്ഥാനത്തേക്ക് മറ്റൊരു ഡെബിറ്റ് വരണം. ഏതാ? മിഷനറി. അപ്പോൾ അതാണ് നമ്മൾ എൻട്രി എന്തായിരുന്നു? മിഷനറി അക്കൗണ്ട് അപ്പ് ടു പർച്ചേസ്. അപ്പോൾ ആര് പോയി? മിഷനറി പോയി. പർച്ചേസ് പോയി. ആര് വന്നു? മിഷനറി വന്ന്. ഈക്വലായി. ഇപ്പോൾ ട്രയൽ ബാലൻസ് ഈക്വലാണ്. എറർ ഉണ്ടോ? ഇല്ല. മുന്നേ എറർ ഉണ്ടായിരുന്നു. ഏത് എററായിരുന്നു? എറർ ഓഫ് പ്രിൻസിപ്പിളായിരുന്നു അല്ലേ? അപ്പോൾ എപ്പോഴും ഇങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. റോങ് എൻട്രി ഏതാ? പർച്ചേസ് അക്കൗണ്ട് അപ്പ് ടു ക്യാഷ്. ഈ റോങ് എൻട്രിയുടെ പ്രത്യേകത എന്താ? ഇതവർ എഴുതിയ എൻട്രിയാണ്. ഓൾറെഡി എഴുതിയതാണ്. ഓക്കെ അല്ലേ? ഞാനത് കുറച്ച് സമയം തരാം കഴിഞ്ഞിട്ട് വായിക്കാം. ഇതൊന്ന് വായിക്കാൻ സമയം തരാം. ഓക്കെ. കൺക്ലൂഷൻ. റോങ് എൻട്രി. പിന്നെ അടുത്ത ഏതാ? കറക്റ്റ് എൻട്രി. പിന്നെ ഏതാ? റെക്ടിഫൈ എൻട്രി. ഓക്കെ. റോങ് എൻട്രി എന്ന് പറഞ്ഞാൽ എന്താ? കുഴപ്പമില്ലല്ലോ. റെക്ടിഫൈങ്. അപ്പോൾ ഇവർ തെറ്റായിട്ട് എഴുതിയത് എന്താണ്? ഓൾറെഡി പാസ് ചെയ്ത എൻട്രി ഏതാണ്? ഇതാണ് അല്ലേ? പക്ഷേ ഇതായിരുന്നു എഴുതേണ്ടിയിരുന്നത്. ഞാൻ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? റെക്ടിഫൈ. അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റിലും ആരും വന്നിട്ടില്ല, ഇത് വന്നിട്ടില്ല കേട്ടോ. ഈ എൻട്രി എന്താണ്? നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? പാസ് ചെയ്തിട്ടില്ല. പാസ് ചെയ്ത എൻട്രി ഏത് മാത്രമാണ്? പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷാണ്. പിന്നെ നമ്മൾ പാസ് ചെയ്യുന്ന എൻട്രി ഏതാണ്? ഇത് രണ്ടും. അപ്പോൾ സത്യം പറഞ്ഞാൽ റോങ് എൻട്രിയും റെക്ടിഫൈ എൻട്രിയും മാത്രമേ നമ്മൾ എഴുതുന്നുള്ളൂ. മറ്റേത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി തരുന്ന. മനസ്സിലാവണ്ട? ഓക്കെ. ഇതാണ് എഴുതേണ്ടിയിരുന്നത് കറക്റ്റ് എൻട്രി, പക്ഷേ ഇതാണ് എഴുതിയത്. ഇനി ആ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് ഏത് എൻട്രി? റെക്ടിഫൈ എൻട്രി. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം ഒന്ന് വായിച്ചോളൂ.